നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഈ വരുന്ന ഏപ്രിൽ 23 വ്യാഴാഴ്ച വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. അന്ന് സപ്തമിയാണ്, വൈശാഖത്തിലെ സപ്തമിയാണ്, ഗംഗാ സപ്തമി എന്നാണ് പറയുക ചെയ്യുക. പിന്നെ അത് കൂടാതെ 10-ാം ഉദയം കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ 2 ദിവസത്തെയും അല്ലെങ്കിൽ ഈ പറയുന്ന സപ്തമി അല്ലെങ്കിൽ 10-ാം ഉദയം ഇതിൻ്റെ പ്രത്യേകതകൾ, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ആചരിക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ വളരെ വിശേഷപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണല്ലോ. അറിയുന്നവരുണ്ടായിരിക്കും, അപ്പോൾ അറിയാത്തവർക്കും കൂടെ ആയിട്ട് അറിയുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറയാം. ഇന്നലെ ഭഗവാനെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. നാരായണനായിട്ട്, ചതുർബാഹുവായിട്ട്, 4 തൃക്കൈകളിലും ശംഖുചക്ര ഗദാപത്മധാരിയായിട്ടാണ് ഭഗവാൻ നിൽപ്പുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അലങ്കാരം വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു സമാധാനമാണ് വരിക. ഭഗവാനെ കൂടുതൽ പേരും ഉണ്ണിക്കണ്ണനായിട്ട്, ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനായിട്ട് ആണ് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അടുത്തത് ചിലപ്പോൾ നല്ല തീർച്ചയായിട്ടും ചതുർബാഹുവായിട്ട് കാണാനായിട്ടായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുക കൂടുതൽ പേരും. ഈ ഒരു അലങ്കാരം വന്നു കഴിഞ്ഞാലേ എല്ലാവർക്കും ആശ്രയിക്കാനായിട്ട് സാധിക്കുന്ന ഒരു അലങ്കാരമാണ്. പലർക്കും കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അലങ്കാരം കൂടിയാണ്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഭാവത്തിലെ, ഈ ഒരു രൂപത്തിലെ ഭഗവാനെ കാണുകയാണെങ്കിൽ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ രൂപമാണ്. ഈ ലോകത്തിൻ്റെ എല്ലാത്തിൻ്റെയും നാഥനായിട്ടുള്ള ഭഗവാനാണ്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ പരിഹാരം ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ആയിട്ടാണല്ലോ കൂടുതൽ പേരും ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത്. സന്തോഷങ്ങൾ പറയാനായിട്ട് വരുന്നവരുണ്ട് കേട്ടോ. ഭഗവാൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ട് വരുന്നവരുണ്ട്. എന്നാലും ഭൂരിഭാഗം പേർക്കും ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഭഗവാൻ ചതുർബാഹു രൂപത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഭഗവാന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മുടെയൊക്കെ സംരക്ഷകനായിട്ട് നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രൂപം, ചതുർബാഹുവായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊള്ളൂ കേട്ടോ. എല്ലാവരുടെയും സങ്കടങ്ങൾ, പരാതികൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം ആ പാദങ്ങളിൽ അങ്ങോട്ട് സമർപ്പിച്ചോളൂ. അതൊക്കെ പുഞ്ചിരിയോട് കൂടിയിട്ട് ഏറ്റെടുക്കും. എന്നിട്ട് എന്താ ചെയ്യുക? അതെല്ലാം ഭഗവാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകൂ, എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടാകൂ, ഭഗവാനെ കണ്ടു തൊഴുതിട്ട് ഭഗവാന്റെ ആ ഒരു രൂപം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഓരോ സങ്കടങ്ങളും ഇങ്ങനെ ഇല്ലാതായി പോകുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും. അപ്പോൾ അത് തോന്നണമെങ്കിൽ എന്ത് വേണം? പൂർണ്ണമായിട്ട് ഭഗവാനിൽ സമർപ്പിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. അതാണ് ഭഗവാൻ നമ്മുടെ അടുത്ത് പറയണത്. അപ്പോൾ ആ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. എല്ലാവരുടെ സങ്കടങ്ങളും അവിടെ സമർപ്പിച്ചോളൂ. എല്ലാവർക്കും ആശ്വാസമേകാനായിട്ടുള്ള ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ നമുക്കിനി ഗംഗാ സപ്തമിയെക്കുറിച്ച് പറയാം കേട്ടോ. ഈ മാസം 23 വ്യാഴാഴ്ചയാണ് വരുന്നത്. ഇന്ന് പഞ്ചമിയാണ്, നാളെ ഷഷ്ടിയാണ്, മറ്റന്നാൾ സപ്തമി. അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സപ്തമിയുടെ അന്ന്, വൈശാഖത്തിലെ സപ്തമിയുടെ അന്ന് ഗംഗയിൽ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ അതിവിശേഷം എന്നാണ് പറയാറുള്ളത്. ഗംഗാദേവി വളരെ സന്തോഷവതിയായിട്ട് കാണപ്പെടുന്ന ഒരു ദിവസമാണ്. നമ്മൾ അവിടെ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സന്തോഷം അനുഗ്രഹമായിട്ട് ലഭിക്കും എന്നാണ് പറയുക. മോക്ഷം കൂടെ ലഭിക്കും എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. അത് എല്ലാ ദിവസവും ഈ വൈശാഖത്തിലെ പുണ്യനദികളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് എന്ന് പറയാറുണ്ട്. ഞാനത് പറഞ്ഞിട്ടുണ്ട്, പ്രഭാത സ്നാനത്തിൻ്റെ ആ ഒരു മഹത്വത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും വിശേഷമായിട്ട് ഈ സപ്തമിയുടെ അന്നാണ് പറയുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ എന്താ പറയുക, വൈശാഖത്തിൻ്റെ മഹാത്മ്യം പറയുന്ന സമയത്ത് നാരദ മഹർഷിയും അംബരീഷ മഹാരാജാവും കൂടി ഇരുന്നിട്ടാണ് ആ കഥകളൊക്കെ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് നാരദർ അങ്ങോട്ട് എണീറ്റു. അത് പറഞ്ഞു, ഞാനേ പെട്ടെന്നൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ചോദിച്ചു, എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ നാരദർ പറഞ്ഞു, ഇന്ന് വൈശാഖത്തിലെ സപ്തമിയാണ്, ഞാൻ ഗംഗയിലെ സ്നാനം ചെയ്യാനായിട്ട് പോകുകയാണ്, പോയി വന്നിട്ട് ബാക്കി കഥകളൊക്കെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്താണ് ഇന്നത്തെ ദിവസത്തിന് ഇത്ര പ്രത്യേകത? ഈ സപ്തമിയുടെ അന്ന് തന്നെ ഗംഗയിൽ പോയിട്ട് സ്നാനം ചെയ്യണം എന്ന് അങ്ങ് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ആ വിശേഷം എന്ന് നാരദരുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ നാരദരെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഭഗീരഥനാണല്ലോ. അപ്പോൾ അത് കൊണ്ടുവരാനായിട്ടൊരു കാരണം കൂടിയുണ്ട്. അതായത് ഭഗീരഥൻ്റെ പൂർവികർ, അതായത് അദ്ദേഹത്തിൻ്റെ കുറച്ച് തലമുറകൾക്ക് പിന്നിലേക്കുള്ളവർ,
അവർ ഒരു യാഗം നടത്തുമായിരുന്നു. യാഗം നടത്തുന്ന അവർ 100 പേരുണ്ട് കേട്ടോ. യാഗം നടത്തുന്ന സമയത്ത് ഈ യാഗത്തിൻ്റെ കുതിരയെ കാണാനില്ല, മോഷ്ടിച്ചു കൊണ്ടുപോയി. ആരായിരിക്കും മോഷ്ടിച്ചിട്ടുണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ട് പലർക്കും അറിവുണ്ടായിരിക്കും. ഇത് മോഷ്ടിക്കുന്ന ആള് ദേവേന്ദ്രനാണ്, മറ്റാരുമല്ല. അദ്ദേഹത്തെ നിങ്ങൾ കുറേ യാഗങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു കുശുമ്പും അസൂയൊക്കെ വരുമല്ലോ. അങ്ങനെ കുതിരയെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അത് കപില മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടു. അങ്ങനെ ഇവരെല്ലാവരും അന്വേഷിച്ചു പോയി, കുതിരയെ കണ്ടെത്തി കപില മഹർഷിയുടെ ആശ്രമത്തിൽ. എല്ലാവരും വിചാരിച്ചു ഇത് കപില മഹർഷിയാണ് മോഷ്ടിച്ചു കൊണ്ടുപോയതെന്ന്. കാരണം ദേവേന്ദ്രനാണെന്ന് അവർക്ക് ആർക്കും മനസ്സിലായില്ല. പല രൂപത്തിലൊക്കെ ആയിരിക്കുമല്ലോ വരിക, പുകമറയൊക്കെ ആയിട്ടാണ് വരിക എന്നൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവേന്ദ്രനെ ആരും കണ്ടില്ല, എല്ലാവരും കണ്ടത് മഹർഷീനെയാണ്. അപ്പോൾ ഈ 100 പേരും കൂടിയിട്ട് മഹർഷീനെ ആ സംശയത്തോടു കൂടി നോക്കി, ആ മഹർഷിയാണല്ലേ മോഷ്ടിച്ചു കൊണ്ടുവന്നത് എന്നുള്ള ആ ഒരു ഭാവത്തിൽ. അത് മഹർഷിക്ക് മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. ദേഷ്യം അങ്ങടാ വന്നു, അത് മാത്രമേ ഓർമ്മയുള്ളൂ. ഈ 100 പേരും ഭസ്മമായി പോയി. അപ്പൊ പിന്നെ ഇനി എന്താ ചെയ്യുക, അവർക്ക് മോക്ഷം ലഭിക്കണ്ടേ? അപ്പോഴാണ് പറഞ്ഞത്, ഗംഗയിലെ ഒഴുക്കിക്കളഞ്ഞാൽ, അതായത് ഗംഗാ നദി അതിൽ കൂടെ ഒഴുകണല്ലോ, എങ്കിൽ മാത്രമേ അവർക്ക് മോക്ഷം ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് ഗംഗയിൽ ഒഴുകിക്കഴിഞ്ഞാൽ മോക്ഷം ലഭിക്കും എന്ന് പറയണത് കേട്ടോ. അപ്പൊ പിന്നെ ഗംഗയെ കൊണ്ടുവരണ്ടേ? ഗംഗ ഭൂമിയിലല്ല ആ സമയത്തെ, ആകാശത്തിലാണല്ലോ ഗംഗയുള്ളത്. അപ്പൊ എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പല രാജാക്കന്മാരും പരിശ്രമിച്ചു, പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു, ആർക്കും സാധിച്ചില്ല. അതായത് ആ ഒരു തലമുറയിലുള്ളവർക്കൊന്നും സാധിച്ചില്ല. അത് കഴിഞ്ഞ് ദിലീപന്റെ തലമുറ വന്നു, അവരും കുറേയൊക്കെ പരിശ്രമിച്ചു, അവർക്കും അത് സാധിച്ചില്ല. അങ്ങനെയാണ് ഭഗീരഥന്റെ ആ തലമുറ വന്നത്. അങ്ങനെ ഭഗീരഥനാണെങ്കിൽ നല്ല തപശക്തിയൊക്കെ ഉള്ള ആളായിരുന്നു. അദ്ദേഹം കഠിനമായിട്ട് തപസ് ചെയ്തു, ഗംഗാദേവിയെ തപസ് ചെയ്തു. ഗംഗാദേവി പ്രസാദിച്ചു, പ്രത്യക്ഷപ്പെട്ടു. എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ കപില മഹർഷിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ അവർ ഭസ്മമായി പോയിട്ടുണ്ട്, അതെൻ്റെ പൂർവികരാണ്, അവർക്ക് മോക്ഷം നൽകണമെന്ന് പറഞ്ഞു, ഭൂമിയിലൂടെ ഒഴുകണം എന്ന് പറഞ്ഞു. ഗംഗാദേവി സമ്മതിച്ചു, ഞാൻ ഒഴുകിക്കോളാം, അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, കാരണം താൻ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒഴുകുമ്പോൾ അതിശക്തിയായിട്ടാണ് പതിക്കുക. അപ്പൊ ആ ഒരു ആഘാതം ഭൂമിക്ക് താങ്ങാനായിട്ട് സാധിച്ചു എന്ന് വരില്ല, ഭൂമി ആകെ തരിപ്പണായിട്ട് പോകും. അപ്പൊ എന്താ ചെയ്യുക? എന്നെ ആരെങ്കിലും പിടിക്കാനായിട്ട് വേണം, അതായത് ഞാൻ അവിടുന്ന് ചാടുന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും എന്നെ പിടിക്കാനായിട്ട് നിൽക്കണം, അത്രയും ശക്തി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്രയും ശക്തനായിട്ടുള്ള ഒരാൾ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോൾ അതിനാരാ വരിക എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് മഹാദേവനുണ്ടല്ലോ, മഹാദേവന്റെ അടുത്ത് പോയിട്ട് പിന്നെയും തപസ് ചെയ്തു. അദ്ദേഹവും പ്രസാദിച്ചു, എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗംഗ ഇങ്ങനെ ആകാശത്ത് നിന്ന് വരുന്നുണ്ട്, അങ്ങ് ഗംഗയെ ഒന്ന് പിടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് ശരി, ചെയ്തോളാം. അദ്ദേഹത്തിന് അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള, വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്, സമ്മതിച്ചു. അങ്ങനെ ഗംഗ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് അങ്ങടെ ചാടി, ഒറ്റ ഒഴുക്ക്, നല്ല ശക്തിയായിട്ട്. മഹാദേവൻ എന്ത് ചെയ്തു? ഗംഗയെ ജടയിൽ അങ്ങടെ പിടിച്ചാ കെട്ടി. ഗംഗയ്ക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല, പുറത്തേക്ക് ഒഴുകണ്ടേ. അങ്ങനെ ഭഗീരഥൻ പിന്നെയും വന്നു, മഹാദേവന്റെ അടുത്ത് പിന്നെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, മഹാദേവനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു ജട ഇങ്ങടെ നീക്കി കൊടുത്തു. അപ്പൊ അതിലൂടെ ഗംഗ ഇങ്ങനെ സുന്ദരമായിട്ട് ഒഴുകാനായിട്ട് തുടങ്ങി ഭൂമിയിലേക്ക്. സുന്ദരം എന്ന് പറയുമ്പോൾ ശാന്തം എന്ന് വിചാരിക്കരുത് കേട്ടോ, കാരണം അതിങ്ങനെ പൊട്ടിത്തെറിച്ച് ചിന്നിച്ചിതറി എന്താ പറയാ, നന്നായി ആർത്തലച്ചിട്ടാണ് ഗംഗാദേവി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നല്ല ശബ്ദത്തോട് കൂടിയിട്ട്, കാണുമ്പോൾ ഭയാനകമാണ്, കാരണം അത്രയും ശക്തിയായിട്ടുള്ള ഒഴുക്കാണ് മഹാദേവന്റെ ആ ജടയിൽ നിന്ന് ഇങ്ങനെ വരണത്. അപ്പൊ ഈ പോകുന്ന വഴിക്കെല്ലാം, അതായത് കാട്, മേട്, അതുപോലെ മലകള്, മരങ്ങള്, ചെടികള്, പാറകള്, ഇതിനെയെല്ലാം തട്ടി തെറിപ്പിച്ചിട്ടാണ് ഒഴുകണത് കേട്ടോ. അപ്പൊ അത്രയും അതിഗംഭീരമായിട്ടുള്ള ഒഴുക്കാണ് ഗംഗാനദിയുടെ. അപ്പൊ ഗംഗ പറഞ്ഞു ഭഗീരഥന്റെ അടുത്ത്, മുന്നിൽ പോയിക്കോളൂ, ഞാൻ പുറകെ വന്നോളാം, കാരണം വഴി അറിയണ്ടേ. കപില മഹർഷിയുടെ ആശ്രമത്തിന്റെ അത് കൂടെ പോയാൽ മാത്രമല്ലേ അവിടെ കിടക്കുന്ന ഭസ്മമായി കിടക്കുന്നവർക്കൊക്കെ മോക്ഷം ലഭിക്കുള്ളൂ. അപ്പൊ ഭഗീരഥൻ മുന്നിൽ പോകുകയാണ്, ഗംഗാദേവി പുറകിൽ ഇങ്ങനെ ശക്തിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. അങ്ങനെ പോകുന്ന സമയത്ത് ആ വഴിയിലാണ് ജഹ്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം തപസ് ചെയ്യായിരുന്നു. അപ്പൊ ഈ ഇങ്ങനെ ആർത്ത് ഉല്ലസിച്ചിട്ട് ഇങ്ങനെ വരുന്ന ആകെ ശബ്ദ കോലാഹലമൊക്കെയാണല്ലോ വരുന്ന സമയത്ത് ഇദ്ദേഹം ഇത് കണ്ടപ്പോൾ വിചാരിച്ചു, തൻ്റെ തപസ്സിന് ഭംഗം വരുമല്ലോ, തൻ്റെ തപസ്സിനെ ഇത് തടസ്സപ്പെടുത്തൂലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? ഈ മഹർഷി ഗംഗയെ അങ്ങട കുടിച്ചു. അതായത് ഗംഗ അവിടെ നിന്ന് ഒഴുകി വരുന്നുണ്ട്, പക്ഷെ ഇവിടെ എത്തിയപ്പോൾ മഹർഷി കുടിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഭഗീരഥൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഗംഗയെ ഒന്നും കാണാനില്ല. തൻ്റെ പുറകെ വരുന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നോക്കിയപ്പോൾ മഹർഷി ഗംഗയെ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഇങ്ങനെ ഗംഗ വരിക? വേഗം മഹർഷിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഗംഗയെ കൊണ്ടുവന്നത് ഇന്ന ആവശ്യത്തിനാണ്, അങ്ങ് കനിയണം, എന്നിട്ട് ഗംഗയെ ഒഴുക്കി വിടണം, എന്നാൽ മാത്രമേ എൻ്റെ പൂർവികർക്ക് മോക്ഷം ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കുടിച്ച ഗംഗയെ ചെവിയിലൂടെയാണ് പുറത്തേക്ക് ഇട്ടത്, അതായത് പുറത്തേക്ക് ഒഴുകാനായിട്ട് തുടങ്ങിയത്.
ആ ഗംഗയ്ക്ക് പിന്നെയും സന്തോഷമായി, കാരണം ഒഴുകി നിലച്ച ഗംഗ ഇത് കുടിക്കലേ ചെയ്തേ. പിന്നെയും അതിശക്തിയായിട്ട് വളരെ സന്തോഷവതിയായിട്ട് ആർത്തുല്ലസിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒഴുകാനായിട്ട് തുടങ്ങിയെന്നാണ് പറയുന്നത്. അത് ഈ സപ്തമിയുടെ ദിവസമാണ്, വൈശാഖത്തിലെ സപ്തമിയുടെ അന്നാണ് ഇങ്ങനെ ഒഴുകിയത്. ജന്നു മഹർഷിയുടെ അടുത്തുനിന്ന് പിന്നെയും ഒഴുകാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ഒഴുകിയിട്ട് ഭഗീരഥന്റെ പൂർവികർക്ക് എല്ലാവർക്കും മോക്ഷം നൽകിയത് എന്നാണ് പറയുന്നത്. അതാണ് ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത, മാഹാത്മ്യമായിട്ട് പറയുന്നത്. ഗംഗാദേവി അത്രയും സന്തോഷവതിയായിട്ട് ഒഴുകുന്ന ഒരു ദിവസമാണ്, കാണപ്പെടുന്ന ഒരു ദിവസമാണ്. അന്ന് നമ്മൾ ഗംഗയിൽ പോയിട്ട് സ്നാനം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എല്ലാവർക്കും ലഭിക്കും എന്നാണ് പറയുക. ഇതിപ്പോൾ എല്ലാവർക്കും ഗംഗയിലൊന്നും പോയിട്ട് സ്നാനം ചെയ്യാനായിട്ട് സാധിച്ചു എന്നൊന്നും വരില്ല. അവിടെ അടുത്തുള്ളവർ നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കും, അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാം. പക്ഷെ അല്ലാത്തവർ എന്താ ചെയ്യാം? നമ്മളൊക്കെ ഇവിടെ താമസിക്കുന്നവർ എന്ത് ചെയ്യും ഗംഗയിൽ പോകാനായിട്ട്? നമ്മുടെ വീട്ടിലെ നമ്മൾ കുളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുളത്തിലോ എവിടെയാണോ പോകുന്നത് അവിടെ കുളിക്കുന്ന സമയത്ത് ഗംഗയെ അനുസ്മരിച്ചുകൊണ്ട്, ഗംഗാദേവിയെ സങ്കല്പിച്ചുകൊണ്ട് സ്നാനം ചെയ്യാം. അതാണ്. അപ്പോൾ ഈ ഒരു ഫലം എല്ലാവർക്കും ലഭിക്കുന്നതാണ് പറയുന്നത്. സങ്കല്പത്തിനാണ് പ്രധാനം, സങ്കല്പത്തിനാണ് ശക്തി, പ്രാർത്ഥനയ്ക്കാണ് ശക്തി എന്ന് പറയില്ലേ, അതേപോലെ തന്നെ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് വേണം കുളിക്കാനായിട്ട് ഈ ഒരു ദിവസം, ഈ സപ്തമിയുടെ അന്ന്. അപ്പോൾ ഗംഗാസ്നാനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്, ഗംഗാ സപ്തമി എന്നാണ് പറയുക. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്തോളൂ കേട്ടോ. മോക്ഷവും ലഭിക്കും. ആ ഒരു ഭഗീരഥൻ്റെ മറ്റേ പിതൃക്കൾക്ക് അല്ലെങ്കിൽ പൂർവികർക്ക് മോക്ഷം ലഭിച്ചതുപോലെ തന്നെയാണെന്നാണ് പറയുന്നത്. അതേ ഫലം തന്നെയാണ് ഇവിടെ സ്നാനം ചെയ്താലും ലഭിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് ഈ ഗംഗാ സപ്തമിയുടെ വൈശാഖത്തിലുള്ള സപ്തമിയുടെ പ്രത്യേകതയായിട്ട് പറയണത്. അപ്പോൾ സപ്തമിയെ കുറിച്ചിട്ട്, വൈശാഖ സപ്തമിയെ കുറിച്ചിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് കരുതാണ്. ഇനി നമുക്ക് പത്താമുദയത്തെ കുറിച്ച് പറയാം കേട്ടോ. പത്താമുദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസത്തിലെയും 10ാമത്തെ ദിവസം, അതായത് 10ാം തീയതി, ഓരോ മലയാള മാസത്തിലെയും 10ാം തീയതിയാണ് പത്താമുദയം എന്ന് പറയുക. അപ്പോൾ എല്ലാ മാസവും ഇതുണ്ട്. നമ്മൾ മുൻപ് മകരപ്പത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുലാപ്പത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മേടപ്പത്താണ്. ബാക്കിയുള്ള മാസങ്ങളെയൊക്കെ അപേക്ഷിച്ചിട്ട് ഈ മേടപ്പത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് അത് വിശേഷമായിട്ട് പറയുന്നത് തന്നെ കേട്ടോ. ഇപ്പൊ വിഷുവിനെ ശ്രീകൃഷ്ണ ഭഗവാനാണ് പ്രാധാന്യം. പക്ഷേ ഈ 10ാം ഉദയത്തിന് സൂര്യഭഗവാനാണ് പ്രാധാന്യം. വിഷു എന്ന് പറയുന്നത് കാർഷിക വിളവെടുപ്പാണ്. അതായത് നമ്മൾ കൃഷിയൊക്കെ നടത്തിയിട്ട് വിളവെടുപ്പ് മഹോത്സവമായിട്ടാണ് വിഷു ആഘോഷിക്കുക. പക്ഷെ 10ാം ഉദയം എന്ന് പറയുന്നത് ആ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തേക്കുള്ള കൃഷി ഒരുക്കങ്ങൾ, കാർഷിക ഒരുക്കങ്ങൾ തുടങ്ങുന്ന ഒരു ദിവസമായിട്ടാണ് 10ാം ഉദയത്തിനെ കണക്കാക്കുന്നത്. അതായത് നിലമൊക്കെ ഉഴുക, ചാലൊക്കെ കീറുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, വിത്തിടുക, തൈ നടുക, ഇതൊക്കെ ചെയ്യുന്നതാണ് ഈ 10ാം ഉദയം. അപ്പൊ ഈ ദിവസത്തിന്റെ പ്രത്യേകത സൂര്യൻ ഏറ്റവും എന്താ പറയുക, നല്ല ശക്തിയോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ്. അത് എല്ലാ 10ാം ഉദയത്തിനും അങ്ങനെ തന്നെയാണെന്നാണ് പറയുക. അപ്പൊ ആ ഒരു ദിവസത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ 10ാം ഉദയം ആണെങ്കിൽ അന്ന് ഇപ്പോൾ കൃഷി ഇറക്കാനായിട്ട്, തൈ നടാനായിട്ട്, വിത്തിറക്കാനായിട്ടൊന്നും പ്രത്യേകിച്ച് ദിവസവും നക്ഷത്രവും സമയവും ഒന്നും നോക്കണ്ടെന്നാണ് പറയുക. അതൊന്നും നോക്കാതെ ഈ 10ാം ഉദയത്തിന് കൃഷി ചെയ്യുകയാണെങ്കിൽ കൂടെ നല്ല വിളവ് ലഭിക്കും എന്ന് പറയാറുണ്ട് കേട്ടോ. അത്രയും നല്ല ഒരു ദിവസമാണ്. അപ്പം ചിലയിടത്തൊക്കെ ഇപ്പോൾ വിത്തിറക്കൽ അല്ലെങ്കിൽ ഇത് ആചരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇത് ഞാൻ വായിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിപ്പോൾ വിഷുവിനെ ഇപ്പോൾ ഭഗവാന് പ്രാധാന്യമുള്ളതുപോലെ തന്നെ സൂര്യഭഗവാനെ ആരാധിക്കും. അങ്ങനെയുണ്ട്. കണി കാണല്ലേ, ഈ കന്നുകാലികളെ, പശുക്കളെയൊക്കെ കണി കാണിക്കുന്ന രീതിയൊക്കെ ചിലയിടങ്ങളിലും ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, പക്ഷെ ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പൊ കൃഷി ഇറക്കുക, വിത്തിടുക മാത്രമല്ല കേട്ടോ, അതല്ലാതെയുള്ള ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അങ്ങനെയുള്ള കുറച്ച് ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ, മുഹൂർത്തമൊന്നും നോക്കണ്ട, അത്രയും ശുഭകരമായിട്ടുള്ള ഒരു ദിവസമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളത്. അതായത് ഗൃഹപ്രവേശം, അതുപോലെ പുതിയൊക്കെ വീടൊക്കെ പണിയുകയാണെങ്കിൽ അതിനെ തറക്കല്ലിടുക, നമ്മുടെ വീടുകളിലെ പൂജകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പൂജകളൊക്കെ ചെയ്യാനുള്ള ദിവസം, അങ്ങനെ ശുഭകാര്യങ്ങൾക്കൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് ഈ 10ാം ഉദയം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ചിലയിടത്തൊക്കെ ഈ വെള്ളിമുറം കാണിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങൊക്കെ ഉണ്ട്, ഒരു ആചാരമൊക്കെ ഉണ്ട്. അതായത് ഈ ഉണക്കലരി ഉണ്ടല്ലോ, അത് പൊടിച്ചിട്ട് മുറത്തിലിട്ടിട്ട് സൂര്യഭഗവാനെ വിളക്കൊക്കെ കാണിച്ച് വെക്കും. ഇത് സൂര്യഭഗവാനെയാണ് ആരാധിക്കുക. അപ്പോൾ ആ വെയിൽ കൊണ്ടിട്ട് ഇത് ഉണങ്ങൂലോ, എന്നിട്ട് അതുകൊണ്ട് പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് നേദിക്കുക, അതായത് പ്രസാദമായിട്ട് എല്ലാവരും കഴിക്കുക. അങ്ങനെ ചിലയിടത്തൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ തൊഴുത്ത്, ഇപ്പോൾ കന്നുകാലികൾ അല്ലെങ്കിൽ പശു, ആട് ഇവയൊക്കെ കൊണ്ട് ജീവിക്കുന്നവരും കൂടിയാണ്. പണ്ട് കാലത്ത് ഇതൊക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ പണ്ട് കാലത്താണ് ഇങ്ങനെയുള്ള രീതികൾ കൂടുതലും കണ്ടിരുന്നതും.
തൊഴുത്തിൻ്റെ അടുത്തൊക്കെ അടുപ്പ് കൂട്ടിയിട്ട് ഉണക്കലരി കൊണ്ട് തന്നെ പായസമൊക്കെ വെച്ചിട്ട് നേദിക്കും. പശുവിനാണ് കൊടുക്കുക. പശുവിന് കൊടുക്കുക, പശു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒപ്പം ഭഗവാൻ ഓർമ്മ വരും. ഗോപാലൻ എന്നല്ലേ പേര് തന്നെ. അപ്പോൾ ശ്രീകൃഷ്ണനെ ആരാധിക്കുക എന്നുള്ള ഒരു സങ്കല്പം കൂടെ അവിടെയുണ്ട് കേട്ടോ. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പണ്ടുള്ളവർ ചെയ്തിരുന്നു. ഇന്നാണ് ആരും അതൊന്നും ചെയ്യാത്തത്. അപ്പോൾ കൃഷിയിലൂടെയാണ് ഉപജീവന മാർഗം മിക്കവർക്കും ഉണ്ടായിരുന്നത്. മിക്കവർക്കും നല്ല എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു പണ്ട് കാലത്ത്. അതുകൊണ്ട് തന്നെ കൃഷിയെ അല്ലെങ്കിൽ കൃഷിക്ക് നല്ല വിളവ് തരുന്ന സൂര്യനാണല്ലോ പ്രത്യക്ഷ ദൈവം. അത് നമ്മളിപ്പോഴും പറയാറുള്ള കാര്യമാണല്ലേ. ആ ദേവനെ ആരാധിക്കുക, അതിന് വേണ്ടുന്ന പ്രകൃതിയെ ആരാധിക്കുക, പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ ആരാധിക്കുക. അങ്ങനെയൊക്കെയുള്ള സമൂഹമായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആചാരങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ പ്രധാനമായിട്ടും 10-ാം ഉദയം എന്ന് പറയുന്നത് എന്ത് ശുഭകാര്യങ്ങളും തുടങ്ങാനായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അന്ന് കൃഷി ആരംഭിക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഗൃഹപ്രവേശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതാണ് ഈ 10-ാം ഉദയത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ 2 കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കണം കേട്ടോ. അപ്പോൾ 10-ാം ഉദയത്തിൻ്റെ അതായത് സപ്തമിയുടെ അന്ന് കുളിക്കുന്ന സമയത്ത് എല്ലാവരും ഗംഗാദേവിയെ സ്മരിക്കാം. അപ്പോൾ ഗംഗാദേവിയുടെ അനുഗ്രഹം കൂടെ നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. പിന്നെ ഇതോടൊപ്പം ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ് കേട്ടോ. രേണുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ത ചോദിച്ച ചോദ്യമാണ്. ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിലെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ നടക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നട അടച്ചു കിടക്കുമായിരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം? സ്വപ്നമാണ് കേട്ടോ. അപ്പോൾ അതേക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഞാൻ മുൻപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഷോർട്സിൽ പറയുകയും ചെയ്തു. എന്നാലും ഒന്നും കൂടെ എല്ലാവർക്കും കൂടെ കേൾക്കാനായിട്ട് പറയുക. ഇതേപോലുള്ള സ്വപ്നങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും, നട അടഞ്ഞു കിടക്കണത്. അത് മുൻപ് ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നമൊന്നും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. സ്വപ്നത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയെ കണ്ടതുകൊണ്ട് കൊടുങ്ങല്ലൂരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ പറയുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ കൊടുങ്ങല്ലൂർക്ക് പോകാം, അവിടെ ഭഗവതിനെ കാണാം, തൊഴാനായിട്ട് വരാമെന്നുള്ള എന്തെങ്കിലും പ്രാർത്ഥനകളോ വഴിപാടുകളോ അങ്ങനെയും ഉണ്ടായിരുന്നിരിക്കാം. അതും ചിലപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്ക് സ്വപ്നത്തിലൂടെ കാണുന്നതായിരിക്കും. നമ്മുടെ മനസ്സിൽ മുൻപെങ്ങോ പതിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സ്വപ്നത്തിൽ വരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടേക്ക് പോകാനായിട്ട് സാധിക്കുമെങ്കിൽ പോകുക. തൊട്ടടുത്ത ദിവസം തന്നെ പോകാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത്രയും വളരെ നല്ലതാണ്. കൊടുങ്ങല്ലൂർ അമ്മയൊക്കെ കാണുക. ഇനിയിപ്പോൾ പോകാൻ പറ്റാത്ത ദിക്കിലൊക്കെയാണ് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഭഗവതി ക്ഷേത്രമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അവിടെയൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് കൊടുങ്ങല്ലൂർ അമ്മയെ പോയി കാണുക. അതാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നട അടച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിൽ തുറക്കാനൊന്നും സാധിക്കില്ല. നമ്മളവിടെ പോയി കാണുക എന്നുള്ളതാണ് നിവൃത്തിയായിട്ടുള്ളത്, നമുക്ക് സാധിക്കണത്. ഇതിനോടൊപ്പം ഞാനൊരു കഥ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അതായത് ത്യാഗരാജ സ്വാമികൾ അദ്ദേഹം ഭഗവാനെ കാണാനായിട്ട് തിരുപ്പതി ഭഗവാനെ കാണാനായിട്ട് പോകുകയാണ്. അവിടെ എത്തിയപ്പോൾ നട അടച്ചു കിടക്കുകയായിരുന്നു. അവിടുത്തെ പണ്ട് കാലത്താണ് കേട്ടോ, ത്യാഗരാജ സ്വാമികളുടെ സമയത്താണ് നട അടയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വാതിലിങ്ങനെ ശ്രീകോവിലിന്റെ വാതിൽ അടയ്ക്കില്ല, ഒരു തിരശ്ശീല അങ്ങനെ ഇടും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നെയ്ത്തിന്റെ സമയത്ത് ഒരു പട്ട് ഇടുമല്ലോ, അതേപോലത്തെ ഒരു തിരശ്ശീല ഇടും. അതിട്ടിരിക്കുകയായിരുന്നു. ഭഗവാനെ കാണാനായിട്ടുള്ള ആ ഒരു സന്തോഷത്തിൽ തിരക്ക് കൂട്ടി വന്നതാണ്. പക്ഷെ കാണാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറക്കും. ഏകദേശം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞാൽ തുറക്കും. ഒന്ന് കാത്തിരിക്കുമെന്ന് അവിടെ ഉള്ളവർ പറഞ്ഞു. അപ്പം അദ്ദേഹം ആ നടക്ക് നേരെ ഇരുന്നിട്ട് ഭഗവാന്റെ ഒരു കീർത്തനം അങ്ങട ആലപിച്ചു. അതായത് തങ്ങൾക്കിടയിൽ എന്തിനാണ് ഇങ്ങനൊരു തിരശ്ശീല എന്ന് അവരുടെ ഭാഷയിൽ പാടിയ ഒരു കീർത്തനമായിരുന്നു. എനിക്കത് അറിയാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത് കേട്ടോ. അതായത് എനിക്കും അങ്ങേക്കും ഇടയിലെ ഈ മായയാകുന്ന നമ്മളെ വേർതിരിക്കുന്ന ഈ തിരശ്ശീല എന്തിനാണ് ഭഗവാനെ എന്നാണ് ആ ഒരു കീർത്തനം മധുരമായിട്ട് അദ്ദേഹം ആലപിച്ചത്. അത് കഴിയുമ്പോഴേക്കും ആ ഒരു തിരശ്ശീല നെടുക ഇങ്ങനെ കീറിയിട്ട് അകന്നു മാറി ഭഗവാനെ കാണാറായി എന്നാണ് പറയണത്. അത്രയും ശക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആ കീർത്തനങ്ങൾക്ക്, ആ കീർത്തനത്തിന്, അദ്ദേഹത്തിന്റെ ആ വരികൾക്ക്, അദ്ദേഹത്തിന്റെ ആ ഒരു സമർപ്പണത്തിന്. അപ്പോൾ നമ്മൾ ത്യാഗരാജ സ്വാമികളുടെ അത്രയ്ക്കൊന്നും ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ നടയൊന്നും തനിയെ തുറക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ ആരെയാണോ സ്വപ്നം കണ്ടത് അവിടേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. അവിടെ പോയി തൊഴുക. എന്തെങ്കിലും വഴിപാടുകൾ ഉണ്ടെങ്കിൽ കൊടുക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിലും ഇതേപോലെ തന്നെയാണ്, ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. അത്രേ ചെയ്യാനായിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അതൊക്കെ നമ്മളെല്ലാം ഓർമ്മപ്പെടുത്തലാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ കൊണ്ടൊക്കെയാണ് അങ്ങനെ സ്വപ്നം കാണുന്നത്. അവിടെ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് തന്നെ കരുതുകയാണ്. നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാമജപം എല്ലാവരും നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. കൂടുതൽ നാമങ്ങൾ സാധാരണത്തെക്കാളും കുറച്ച് കൂടുതൽ തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പം എല്ലാവരും നന്നായി നാമം ചൊല്ലുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണതും. അപ്പം ഇന്നലത്തെ നാമജപം പറയാം.
ഇന്നലെ 3,31,198 നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും എല്ലാവർക്കും കൂടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇന്നും എല്ലാവരും നന്നായി തന്നെ നാമം ചൊല്ലിക്കോളൂ. കൂടുതൽ നാമം ഓരോരുത്തർക്കും ചൊല്ലാനായിട്ട് സാധിക്കട്ടെ കേട്ടോ. അതിൻ്റെ എത്രയോ ഇരട്ടി ഫലമാണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും നാമം ചൊല്ലിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അതേപോലെ തന്നെ അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.